കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, എനിക്കൊരാൾ ഇങ്ങനെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോകില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിന് ഒരു അസോസിയേഷൻ നല്ല ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ പലയിടത്തും ഫണ്ടുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത് സോറി അല്ല നഷ്ടപ്പെട്ടു പോയി, പലരും പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നിങ്ങനെ പലരും പരാതികൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു അസോസിയേഷൻ നിലയിൽ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ വിശ്വസിക്കുന്നുണ്ടല്ലേ? അല്ല, അത് എത്രത്തോളം ഒരു അസോസിയേഷന് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ആ ഏരിയയിലിട്ട് കൂടുതൽ അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പുതിയ പുതിയ ആളുകളുമുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകളിലും നഷ്ടം വരുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകൾ വൻ ഹിറ്റുകളാകുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എനിക്കത് ഇപ്പോഴും ഞാൻ പറയുന്നു, അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അറിവ് എനിക്കില്ല. എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഡ്യൂസേഴ്സും വരുമ്പോൾ അവരവർ ചെയ്യുന്ന ആ സിനിമ, അതിനൊരു ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ബഡ്ജറ്റ് മുടക്കി കഴിഞ്ഞാൽ നമുക്കിത് വയബിൾ ആവുമോ, നമുക്കിത് വർക്ക് ആവുമോ എന്ന് തീരുമാനം എടുക്കുന്നത് ഓരോ പ്രൊഡ്യൂസേഴ്സും തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ തീരുമാനം എടുത്ത് നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കി വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പിന്നെ ഈ സിനിമ വിജയിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരാൾ പഠിപ്പിച്ചിട്ട് ഒന്നും അല്ലല്ലോ. പോത്ത മുമ്പേ പറഞ്ഞ പോലെയാണ്, അതിനിങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോ കാര്യങ്ങളോ റൂട്ടോ ഒന്നുമില്ല. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോട്ടറി എടുക്കുന്ന പോലാണ്, ഇത് അടിച്ചാൽ അടിച്ചു എന്ന് പറയാം. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്ന ഇന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതെപ്പോഴും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.